നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിഷു മലയാളികൾക്ക് പുതുവർഷ പിറവിയാണ്. പുതുതായി വരുന്ന വർഷത്തിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനുമായാണ് പുലർച്ചെ കണി കാണുന്നതും കാരണവർ കുട്ടികൾക്ക് കൈനീട്ടം നൽകുന്നതും. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം. മേടമാസം 1-ാം തീയതിയായ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയിലാണ് ചതയം നക്ഷത്രത്തിൽ ഇക്കൊല്ലത്തെ മേടസംക്രമം നടക്കുന്നത്. അതായത് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നത്. സൂര്യോദയത്തിന് ശേഷം ആദിത്യ സംക്രമം വന്നതിനാൽ ഇത്തവണ വിഷുക്കണിയും വിഷു ആഘോഷങ്ങളും തൊട്ടടുത്ത ദിവസമായ ഏപ്രിൽ 15-ാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വിഷുക്കണി തന്നെയാണ്. വിഷുവിന് നമ്മൾ ചെയ്യുന്ന ഐശ്വര്യപൂർണമായ ഏതൊരു കാര്യത്തിൻ്റെയും ഫലങ്ങൾ ഒരു വർഷക്കാലം നിലനിൽക്കുന്നുവെന്നാണ് വിശ്വാസം. മാത്രമല്ല സർവൈശ്വര്യത്തിലേക്ക് സമൃദ്ധിയുടെ വാതിൽ തുറന്നിടുക എന്നതാണ് വിഷുക്കണിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വിഷുക്കണി വെക്കുന്നത് സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. പുലവാലായ്മ ഇല്ലാത്തവർക്കും ആർത്തവ ദിനം 7 കഴിഞ്ഞവർക്കും കണിയൊരുക്കാവുന്നതാണ്. കണി എന്നത് പ്രഥമ ദർശനമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഉണർന്നാൽ ആദ്യം കാണേണ്ടത് വിഷുക്കണിയാണ്. അതുകൊണ്ട് തന്നെ വിഷുക്കണി കാണുവാൻ കുളി കഴിയണം എന്ന നിർബന്ധമില്ല. ഇനി ബന്ധുക്കൾ മരിച്ചാൽ വീട്ടിൽ കണി വെക്കാമോ എന്ന് സംശയം പലർക്കുമുണ്ട്. പുലകുളി കഴിഞ്ഞാൽ കണി വെക്കാവുന്നതാണ്. അതിനു മുൻപേ കണിയൊരുക്കരുത്. എന്നാൽ കണി കാണുന്നതിന് കുഴപ്പമില്ല. അതായത് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കണിയോ അതല്ലെങ്കിൽ മറ്റുള്ളവർ വെച്ച കണിയോ കാണാവുന്നതാണ്. ഇനി ആർത്തവ സമയത്ത് കണി വെക്കാമോ കണി കാണാമോ എന്ന സംശയവും പലർക്കുമുണ്ട്. ആർത്തവമുള്ള സ്ത്രീകൾ കണി വെക്കരുതെന്നാണ് വിശ്വാസം. എന്നാൽ ഇവർക്ക് കണി കാണാവുന്നതാണ്. ഇനി വിഷുക്കണി ഒരുക്കിയാൽ മാത്രം പോരാ. ഐശ്വര്യം വാതിൽ തുറന്നു വരാൻ കണി ഒരുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? വളരെ ലളിതമായി നല്ലൊരു വിഷുക്കണി എങ്ങനെയാണ് ഒരുക്കേണ്ടതെന്ന് നോക്കാം. ഓട്ടുരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. ഓട്ടുരുളി ഇല്ലാത്തവർ മറ്റേതെങ്കിലും തളികയിലോ പാത്രത്തിലോ വിഷുക്കണി ഒരുക്കാവുന്നതാണ്. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി. ഭൂമിയിലെ ഓരോ വസ്തുവും സത്വ രജോ തമോ ഗുണമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ കണി ഒരുക്കുവാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ. കണി വയ്ക്കുന്നതിനുള്ള ഓട്ടുരുളി, നിലവിളക്ക്, വാൽക്കിണ്ടി എന്നിവ തേച്ചു വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. വിഷുവിൻ്റെ തലേന്ന് കുടുംബനാഥയോ മുതിർന്നവരോ വേണം കണിയൊരുക്കുവാൻ. കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ മുന്നിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ മുല്ലപ്പൂമാലയോ തുളസിമാലയോ ചെമ്പന്തിമാലയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തും ഇടാവുന്നതാണ്. പിന്നീട് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ പകുതിയോളം ഉണക്കലരി നിറയ്ക്കുക. പിന്നീട് കണിക്കൊന്നപ്പൂ വെച്ചതിന് ശേഷം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരിയാണ് ആദ്യം വെക്കേണ്ടത്. അതിനോടൊപ്പം ചക്ക, മാങ്ങ, കദളിപ്പഴം കൂടാതെ നിങ്ങൾക്കിഷ്ടമുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇതിനോടൊപ്പം വെക്കാവുന്നതാണ്. ചക്കയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ്. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ്. ഇനി ലക്ഷ്മി ദേവി സങ്കല്പത്തിലാണ് കണിയിൽ നാരങ്ങയും നെല്ലിക്കയും വെക്കുന്നത്. ഇനി പഴം വെക്കുമ്പോൾ പടലയോടുകൂടിയുള്ള പഴമാണ് വെക്കേണ്ടത്. ഉരുളിയിൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വെച്ചതിന് ശേഷം പിന്നീട് നാളികേരപ്പാതിയാണ് വെക്കേണ്ടത്. നാളികേരപ്പാതി വെച്ചതിന് ശേഷം ശ്രീ ഭഗവതിയെ സങ്കല്പിച്ച് ഉടയാട വെക്കാവുന്നതാണ്. പിന്നീട് കണിവെള്ളരിക്ക് പിന്നിലായി വാൽക്കണ്ണാടി വെക്കാവുന്നതാണ്. കണിക്കൊപ്പം സ്വന്തം മുഖവും കണി കണ്ടുണരാൻ കൂടിയാണിത്. ചിലയിടങ്ങളിൽ നാളികേരപ്പാതിയിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്താറാണ് പതിവ്. എന്നാൽ ചിലയിടങ്ങളിൽ നാളികേരപ്പാതിയിൽ നാണയമാണ് വെക്കാറ്. ഞാനിവിടെ നാളികേരപ്പാതിയിൽ നാണയമാണ് വെച്ചിരിക്കുന്നത്. ഇത്രയും വെച്ചതിന് ശേഷം ഉരുളിക്ക് മുകളിൽ കണിക്കൊന്ന പൂക്കൾ വെക്കാവുന്നതാണ്. പിന്നീട് ഒരു തട്ടത്തിൽ ഗ്രന്ഥം വെക്കാവുന്നതാണ്. അതിനു മുകളിലായി പുതിയ കോടി വസ്ത്രമോ അല്ലെങ്കിൽ അലക്കിയ കോടി വസ്ത്രമോ വെക്കാവുന്നതാണ്. വസ്ത്രത്തിന് മുകളിലായി വെറ്റിലയും അടക്കയും വെക്കുക. വെറ്റില എടുക്കുമ്പോൾ വാടാത്ത ഫ്രഷായ വെറ്റില നോക്കി തന്നെ എടുക്കുക. പിന്നീട് കുങ്കുമച്ചെപ്പ് വെക്കാവുന്നതാണ്.
സുമംഗലികളായ സ്ത്രീകൾ കുങ്കുമച്ചെപ്പ് കണി കാണണം എന്നാണ് വിശ്വാസം. അതിനോടൊപ്പം കൺമഷിയും സ്വർണ്ണാഭരണവും വെക്കാവുന്നതാണ്. പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള നാണയത്തുട്ടുകളോ അല്ലെങ്കിൽ നോട്ടോ വെക്കാവുന്നതാണ്. സ്വർണം വെക്കുന്നതിനോടൊപ്പം തന്നെ വെള്ളി ആഭരണമോ അല്ലെങ്കിൽ വെള്ളി നാണയവും വെക്കാവുന്നതാണ്. ഇനി പറയിൽ നെല്ലും നവധാന്യങ്ങളുണ്ടെങ്കിൽ അതും ഇതിനോടൊപ്പം വെക്കാവുന്നതാണ്. ലക്ഷ്മി ദേവി സങ്കല്പത്തിലാണ് കണിയിൽ സ്വർണവും നാണയങ്ങളും വെക്കുന്നത്. ഇനി ഗ്രന്ഥം വെക്കുന്നത് സരസ്വതി ദേവിയുടെ പ്രതീകമായിട്ടും. ഇനി കണിയിൽ അഷ്ടമംഗല്യത്തട്ട് വെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിനോടൊപ്പം അഷ്ടമംഗല്യത്തട്ട് കൂടി വെക്കാവുന്നതാണ്. ഇത്രയുമായി കഴിഞ്ഞാൽ കണി ഒരുക്കുന്നതിനോടൊപ്പം തന്നെ നിലവിളക്കും ഒരുക്കി വെക്കേണ്ടതാണ്. കണിക്ക് 5 തിരിയിട്ട ഭദ്രദീപമാണ് കൊളുത്തേണ്ടത്. അതിനുശേഷം ഓട്ടുകിണ്ടിയിൽ ജലം നിറച്ച് അതിൽ വെളുത്ത പുഷ്പങ്ങൾ ഇട്ട് വെക്കേണ്ടതാണ്. 2 3 മുല്ലപ്പൂക്കൾ ഇട്ട് വെക്കാവുന്നതാണ്. ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ടതിന് ശേഷമാണ് കണി കാണേണ്ടത്. വിളക്കിന് തൊട്ടു മുന്നിലായി സാമ്പ്രാണിയും എടുത്തു വെക്കേണ്ടതാണ്. ഇനി അവസാനമായി കൊടിവിളക്കിൽ എണ്ണയൊഴിച്ച് തിരിയിട്ട് വെക്കേണ്ടതാണ്. കൂടാതെ കൊടിവിളക്കിന് അടുത്തായി തീപ്പട്ടിയും എടുത്തു വെക്കുക. ഇനി വിളക്ക് വെക്കുമ്പോൾ ദീപപ്രഭ മൂലമുള്ള നിഴൽ കൃഷ്ണവിഗ്രഹത്തിൽ പതിക്കാത്ത രീതിയിലാവണം വിളക്ക് വെക്കേണ്ടത്. വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് കണിയൊരുക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് കൊളുത്തി അവർ കണി കണ്ടതിന് ശേഷം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളുടെയും കണ്ണുപൊത്തി കൊണ്ടുവന്ന് ഓരോരുത്തരെയായി കണി കാണിക്കുകയാണ് പതിവ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷുക്കണി കാണുമ്പോൾ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വിഷുക്കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമം. വീട്ടിലെ മുതിർന്ന സ്ത്രീ കണി കണ്ടതിന് ശേഷം മറ്റുള്ള അംഗങ്ങളെ ഓരോരുത്തരെയായി കണ്ണുപൊത്തി കൊണ്ടുവന്ന് വിളക്കും ഭഗവാനെയും ദ്രവ്യങ്ങളും കാണാൻ പാകത്തിൽ നിർത്തിയതിനു ശേഷം കണ്ണു തുറപ്പിക്കുക. വരുന്ന 1 വർഷം മുഴുവനും ഐശ്വര്യം ഉണ്ടാകുവാനുള്ള പ്രാർത്ഥനയാണ് ഇതിലൂടെ നിറവേറുന്നത്. നിലവിളക്കിന്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കുക. ഇനി വിഷുക്കണി കണ്ടു കഴിഞ്ഞാൽ അടുത്തത് വിഷു കൈനീട്ടമാണ്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിൽ നിന്നും കണിക്കൊന്നയും ചേർത്ത് ഒരു നാണയം ഗൃഹനാഥനോ ഗൃഹനാഥയോ എല്ലാവർക്കും നൽകുന്നതാണ് വിഷു കൈനീട്ടം. വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് വിഷു കൈനീട്ടം നൽകേണ്ടത്. കൈനീട്ടം ലഭിക്കുന്ന നാണയം അടുത്തൊരു വർഷക്കാലം നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ അലമാരിയിലോ അല്ലെങ്കിൽ പണം വെക്കുന്നിടത്തോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അടുത്തൊരു വർഷക്കാലം നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയാണ് വിഷുക്കണി കാണേണ്ടത്. മാത്രമല്ല അടുത്ത ഒരു വർഷക്കാലം സകല സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കണ്ണും മനസ്സും നിറയുന്ന രീതിയിൽ തന്നെയാണ് കണി കാണേണ്ടത്. അടുത്ത ഒരു വർഷത്തെ ഐശ്വര്യമാണ് ഈ വിഷുക്കണിയിലൂടെ നമുക്ക് വന്നു ചേരുന്നത്. കണിവള്ളരി മഹാവിഷ്ണുവിന്റെ മുഖമായും കൊന്നപ്പൂക്കൾ കിരീടമായും വാൽക്കണ്ണാടി മനസ്സുമായുമാണ് സങ്കല്പിക്കുന്നത്. മാത്രമല്ല വിഷു കൈനീട്ടം നൽകുന്നതിലൂടെ ധനലക്ഷ്മിയെ ആദരിക്കലാണ് ചെയ്യുന്നത്. ഇതിനെല്ലാം ഉപരി വിഷുക്കണി കാണുന്നതിലൂടെ വരുന്ന ഒരു വർഷക്കാലം നമ്മുടെ അകക്കണ്ണിൽ ഈ മനോഹരമായ ദൃശ്യം നിലനിൽക്കുന്നതുമാണ്. ധനലക്ഷ്മി എന്നാൽ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. മഹാലക്ഷ്മി ഒരിക്കലും എവിടെയും സ്ഥിരമായി വസിക്കുന്നതല്ല. എന്നാൽ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്നതാണ്. വിഷുക്കണിയും വിഷു കൈനീട്ടവും കഴിഞ്ഞാൽ പിന്നീട് വിഷുസദ്യയാണ്. വിഷുസദ്യ തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല തയ്യാറാക്കേണ്ടത്, നമ്മുടെ പിതൃക്കൾക്കും ഒരിലയിട്ട് സദ്യ വിളമ്പേണ്ടതാണ്. പിന്നീട് പക്ഷി മൃഗാദികൾക്കും നമ്മുടെ സദ്യയുടെ ഒരു പങ്ക് നൽകേണ്ടതാണ്. അതിനുശേഷം മാത്രമേ വീട്ടിലുള്ളവർ വിഷുസദ്യ കഴിക്കാവൂ. വിഷുവിന്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് വിഷു ആചരിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അതുകൊണ്ട് വിഷുക്കണി ഒരുക്കിയാൽ മാത്രം പോരാ, സകല ഐശ്വര്യങ്ങളും വാതിൽ തുറന്നു വരുവാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിഷുക്കണി ഒരുക്കുവാൻ കൃഷ്ണവിഗ്രഹം വെക്കേണ്ടത് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിലാണ്. നമ്മൾ കണി കാണുവാൻ നിൽക്കേണ്ടത് കിഴക്ക് ദിശയിലേക്ക് നോക്കിയും. ഇത്തവണ എല്ലാവരും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വീട്ടിൽ വിഷുക്കണി ഒരുക്കി അത് കണി കാണുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.